കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം 3-ാം വാർഡിൽ 14 ഭാഗത്തുള്ള പാലവീട്ടിൽ റോഡിൽ 10ഓളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ. വീട്ടിലേക്കെത്താൻ നല്ല ഒരു വഴിയില്ലെന്നതാണ് ഇവരുടെ പ്രശ്നം. പഞ്ചായത്തിലും ഗ്രാമസഭകളിലുമെല്ലാം പല പ്രാവശ്യം ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഇവർ പറയുന്നു. കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷൻ മെയിൻ റോഡിൽ നിന്നും 150 മീറ്ററോളം ഇവിടേക്കുള്ള പാത കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പാടത്തുകൂടിയുള്ള 200 മീറ്ററിലധികം ദൂരം വരുന്ന വഴിയാണ് കാട് മൂടി കാൽനടയാത്രയ്ക്ക് പോലും യോഗ്യമല്ലാതെ കിടക്കുന്നത്. ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്നും അധികാരികൾ വന്ന് ഈ വഴി അളക്കുകയും കയറ് കെട്ടി കോൺക്രീറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ പദ്ധതി മറ്റൊരു റോഡിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് എന്ന് പരിസരവാസികൾ പറയുന്നു. മഴക്കാലത്ത് പാടത്ത് വെള്ളം കയറിയാൽ ഇവർ ഒറ്റപ്പെടുന്ന സ്ഥിതിയാവും. പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാറില്ല. മാത്രമല്ല, മെയിൻ റോഡിൽ നിന്നും ഒഴുകി വരുന്ന മഴവെള്ളം മുഴുവൻ ഇവരുടെ ഈ സ്ഥലത്തേക്കാണ് എത്തുന്നത്. തെരുവ് വിളക്ക് പോലും ഈ ഭാഗത്ത് ഇല്ലെന്നും അവർ പരാതിപ്പെടുന്നു. പഞ്ചായത്തിലും ഗ്രാമസഭകളിലും പല പ്രാവശ്യം തങ്ങളുടെ ദുരിതം അറിയിച്ചതാണെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. രാത്രിയായാൽ പന്നികളുടെയും കുറുക്കന്മാരുടെയും ശല്യവും വലിയ ഭീഷണിയായിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറത്ത് 3-ാം വാർഡിലെ പാലവീട്ടിൽ അഥവാ 14 എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഇല്ലെങ്കിൽ റോഡോ ഒരു പൈപ്പ് ലൈനോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഭരണസമിതി അനുവദിച്ചു തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ വഴി ഇവിടെ കയറ് കെട്ടിയിട്ട് അതൊരു കോൺക്രീറ്റിന്റെ വക്ക് വരെ എത്തിയ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് 1 മാസത്തിന് ശേഷം അത് മറ്റൊരു സ്ഥലത്ത് കോൺക്രീറ്റ് ഇടുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത്. പല പ്രാവശ്യവും ഞങ്ങൾ ഗ്രാമസഭയിലായാലും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലായാലും ഞങ്ങൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിടത്തുനിന്നും ഞങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളോ ഒരവസ്ഥയോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾ സ്ത്രീകൾ ഇത് മുന്നോട്ട് വെക്കാമെന്ന് തീരുമാനിച്ചത്. ഞങ്ങളിത് ഒരു ഭരണസമിതിക്ക് എതിരായിട്ടല്ല, ഞങ്ങളുടേതായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 6 മാസം ഞങ്ങൾ വെള്ളക്കെട്ടിലാണ് ജീവിക്കണത്. ക്ഷുദ്രജീവികളായാലും മറ്റും ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന അവസ്ഥയാണ്. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ സ്കൂളിലേക്ക് 8ലും 9ലും പഠിക്കുന്ന മക്കളാണ്. അവരെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഞങ്ങൾക്ക് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് 50 രൂപ കൊടുത്ത് നമ്മളൊരു ഹരിതകർമ്മസേന വരുന്നുണ്ട്. അവര് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ നികുതി അടക്കി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ഷന്റെ ആവശ്യത്തിനുമാണ് ഞങ്ങൾ അന്വേഷിച്ച് ഇവിടേക്ക് ഒരു ആൾക്കാർ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോകണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വയ്യാതെയാലോ മരിച്ചാലോ ഞങ്ങൾക്കൊന്ന് പുറം ലോകത്തേക്ക് എത്തിപ്പെടാൻ ഒരു മാർഗവും ഇല്ല. ഇവിടുന്ന് എത്ര പ്രാവശ്യം വഴുക്കി വീണിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ റോട്ടിൽ നിന്ന് ഒരു 150 മീറ്ററോളം താഴോട്ട് ഞങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടുത്തെ ഉള്ള ഫുള്ള് വെള്ളവും ചളിയും ഞങ്ങളുടെ ഈ സ്ഥലത്താണ് വന്ന് പതിക്കണത്. ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്ന് പോയി വരാൻ രീതിക്കാണ് ഞങ്ങൾക്ക് ഒരു റോഡ് അത്യാവശ്യം. അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഞങ്ങൾക്ക് കാട്ടുപന്നിയുടെയും കുറുക്കന്റെയും ഒക്കെ ശല്യം രാത്രി നന്നായിട്ടുണ്ട്. ഞങ്ങൾ മക്കളേനെ വെച്ച് ഞങ്ങൾ ഒരു സുരക്ഷിതത്വം ഇല്ലാതെയാണ് ഈ സ്ഥലത്ത് 6 മാസം ഞങ്ങൾ കഴിയേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സഹായം ഇതിന് എത്തിച്ചു തന്നേ പറ്റുള്ളൂ. ഞങ്ങൾക്കൊരു വാഹന സൗകര്യം ഇവിടുന്ന് അങ്ങോട്ട് പോവാന് ഞങ്ങൾക്കില്ല. അപ്പൊ അതിന് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണം.